ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണുന്നത് RYFിന്റെ പ്രതിഷേധ മാർച്ചാണ്. RSPയുടെ യുവജന വിഭാഗം RYF പ്രവർത്തകർ തേവലക്കരയിലെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അതിദാരുണമായ അപകടം ഉണ്ടായ തേവലക്കര സ്കൂളിൽ വിവിധ വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയെന്നത് സംശയമില്ലാതെ തന്നെ വ്യക്തമായ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം സ്കൂളിന് മുന്നിലും ഉണ്ടാകുന്നത്. KCB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി, സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച പറ്റി, PTAക്ക് വീഴ്ച പറ്റി, തദ്ദേശ സ്ഥാപനത്തിന് വീഴ്ച പറ്റി, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. തേവലക്കരയിൽ പ്രതിഷേധവുമായി RYF പ്രവർത്തകർ. അതേസമയം തന്നെ വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് BJPയുടെ പ്രതിഷേധം നടക്കുന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 മിനിറ്റിലധികമായി തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ജലപീരങ്കി പ്രയോഗിച്ച് നടത്തുന്നത്. പക്ഷേ കുറച്ച് പ്രവർത്തകർ ചിതറിമാറി മറുഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മുൻനിരയിൽ ഉള്ളവർ വീണ്ടും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് പാലക്കാട്ട് ഇപ്പോൾ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നേതൃത്വത്തിൽ പാലക്കാട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. RYF പ്രവർത്തകർ ഇപ്പോൾ തേവലക്കര സ്കൂളിൽ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തേവലക്കരയിൽ നിന്ന് കണ്ണൻ നായർ, ഒപ്പം പാലക്കാട്ട് G പ്രസാദ് കുമാർ എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ RYF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലൂടെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്നു. RYF പ്രവർത്തകർ ഇപ്പോൾ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്കാണ് മാർച്ച് നടത്തിയത്. ഹൈസ്കൂളിന്റെ തൊട്ട് സമീപത്ത് വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് നടന്നു. പക്ഷേ ബാരിക്കേഡിന്റെ മുകളിലേക്ക് RYFിന്റെ ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലട, RYFിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വൈശാഖ് അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് RYFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കുന്നത്തൂര്, ചവറ പോലെയുള്ള സ്ഥലങ്ങളിൽ RSPക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ RYFിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ HMനെ മാത്രം, ഹെഡ്മിസ്ട്രസിനെ മാത്രം ബലിയാടാക്കി ഒരു മാനേജ്മെന്റിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാനേജ്മെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, മാനേജറെ അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് കൊല്ലം MP NK പ്രേമേന്ദ്രൻ ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് KCBയുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുകയാണ്. ഇന്നലെ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി പറഞ്ഞത് ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ RYFിന്റെ പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഒട്ടേറെ പോലീസുകാരുണ്ട്. പുല്ലൂർ DYSPയുടെ അടക്കമുള്ള നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അവരെ തടയാൻ വേണ്ടിയുള്ള 4 SHOമാരുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. ഒട്ടേറെ SIമാരുണ്ട്. അവരൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. RYFിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുമോഹൻ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ RYFിന്റെ സംസ്ഥാന സെക്രട്ടറി ഉല്ലാസ് കോവൂരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പ്രതിഷേധമാണ്. നേരത്തെ യുവമോർച്ചയുടെയും UVPയുടെയും പ്രവർത്തകരുടെ പ്രതിഷേധം ഇവിടേക്കുണ്ടായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ സമാനമായ രീതിയിൽ ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറി പ്രതിഷേധ സമയത്ത് പോലീസിന്റെ പിന്നാലെയാണ് ഇപ്പോൾ RYFിന്റെ പ്രതിഷേധം തേവലക്കര സ്കൂളിന് മുന്നിൽ നമ്മൾ കാണുന്നത്. പാലക്കാട്ട് BJP പ്രവർത്തകരുടെ പരിപാടി തുടരുകയാണ്. മുദ്രാവാക്യം മുഴക്കുന്നു. തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാലക്കാട്ട് വൈദ്യുതി മന്ത്രിയുടെ വീടിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. മന്ത്രിയുടെ രാജി പരിപാടിയാണ്.
ഈ പ്രതിഷേധ പരിപാടി സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടോ BJP? ഇപ്പോൾ 3 വട്ടം ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഏതാണ്ട് 5 മിനിറ്റോളം നേരം ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ രീതിയിലുള്ള പ്രയോഗം ഉണ്ടെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അവർ വാരിച്ച് ഇന്നത്തെ ഇപ്പോൾ പോലീസിന്റെ മുദ്രാവാക്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണുള്ളത്. ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്താണ് മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസുള്ളത്. അവിടെ മന്ത്രി ഉണ്ട്. പക്ഷേ പ്രവർത്തകർ അങ്ങോട്ടേക്ക് നടത്തി അതിന് പോലീസ് പ്രതിരോധിക്കുന്നു. പ്രവർത്തകന്മാർ BJP പ്രവർത്തകർ മറിയുന്നു പോകാൻ ശ്രമിക്കുകയും പോലീസ് ശക്തമായ പ്രതിരോധം BJP പ്രവർത്തകർ സമാധാനത്തോടെ ഇരുന്ന് അവിടെ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് സമരം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രവർത്തനം മുദ്രാവാക്യം നോക്കിയാണ്. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്നത് പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. വൈദ്യുതി മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. വീഴ്ച മന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് BJPയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ പ്രതിഷേധം. അതേസമയം ചേലക്കരയിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച പറ്റി, സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റി. ഇക്കാര്യം ആരോപിച്ചുകൊണ്ടാണ് RYF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. RSPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. RSPയുടെ യുവജന വിഭാഗം RYF ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറിയാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നത്. KSUവിന്റെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. നേരത്തെ യുവമോർച്ച പ്രവർത്തകരും ABVP പ്രവർത്തകരും തേവലക്കര സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഒരു വീട്ടമ്മ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇന്ന് കേരളത്തിലെ ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങളാണ്. പല ആശുപത്രി കെട്ടിടങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് ജീർണിച്ച് വീഴുന്നു. പല ആളുകളും രോഗികൾക്ക് കൂട്ടിരിക്കുന്ന ആളുകൾ മരണമടയുന്നു. ദാരുണമായ സംഭവമാണ് കേരളത്തിൽ നടമാടുന്നത്. ഇന്ന് നമുക്കറിയാം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ശോചനീയമായ അവസ്ഥ, വിദ്യാലയങ്ങളിലെ ശോചനീയമായ അവസ്ഥ ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ആരോഗ്യവകുപ്പിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്ന്, യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ. അതിന് പിന്നാലെയാണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും വൈദ്യുതി വകുപ്പിനും എതിരെ കൂടി പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നത്. തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരൻ 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുന് ജീവൻ നഷ്ടമായ ദാരുണമായ സംഭവത്തിൽ കേരളമാകെ അതിന്റെ ദുഃഖത്തിൽ കടന്നു പോവുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അപകടമായിരുന്നു. അതേസമയം ഇത് ഒഴിവാക്കാൻ കഴിയുന്ന അപകടമായിരുന്നു എന്നത് വ്യക്തവുമാണ്. വർഷങ്ങളായി സ്കൂൾ പരിസരത്തൂടെ ലൈൻ കമ്പി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനടിയിൽ തകര ഷീറ്റ് ഇട്ട അനധികൃത നിർമ്മാണം എങ്ങനെ വന്നു? തദ്ദേശ സ്ഥാപനം എന്തുകൊണ്ട് ഇടപെട്ടില്ല? KCB എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇങ്ങനെ ഒരു വലിയ ഗുരുതരമായ അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ച മാനേജ്മെന്റിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല? ഇപ്പോൾ HMനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു അല്പം മുമ്പ്. പക്ഷേ മാനേജ്മെന്റിനെതിരെ എന്ത് നടപടി എന്നതുൾപ്പെടെയുള്ള ചോദ്യമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രതിഷേധം. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, HMനെ സസ്പെൻഡ് ചെയ്ത നടപടി അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകും? PTA ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകും? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുകയല്ലേ? തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഭാഗത്തു നിന്നോ തീരുമാനമായിട്ടില്ല. കാര്യം എന്ത് നടപടി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാനേജ്മെന്റാണ് ഈ കേസിലെ ഒന്നാം പ്രതി. നമുക്ക് നിസ്സംശയം പറയാം, ഈ സ്ഥാപനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അധ്യാപകരല്ല, മാനേജ്മെന്റാണ്. മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ്. മാനേജ്മെന്റാണ് ആ ഒരു വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റാനുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. മാറ്റേണ്ടത് മാനേജ്മെന്റ് ആയിരുന്നു. അധ്യാപകർക്ക് ശുപാർശ ചെയ്യാമെന്ന് മാത്രമാണ്. പക്ഷേ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത്രയും കാലത്തോളം ആ വൈദ്യുത കമ്പി ആ ഇലക്ട്രിക് പോസ്റ്റിന് ആ സൈക്കിൾ ഷെഡിന് മുകളിൽ കൂടി കടന്നുപോയതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിൽ മന്ത്രി പറയുന്നത് മാനേജ്മെന്റിനെ മാനേജ്മെന്റിന് മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കും എന്ന് പറയുന്നു. PTA പുനഃസംഘടിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നു. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ മന്ത്രിയുടെ പ്രസ്താവനയിൽ ഉണ്ടാകുന്നില്ല. ഹെഡ് മിസ്ട്രസിനെതിരെ സസ്പെൻഡ് ചെയ്യും,
പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരെ മാത്രം ബലിയാടാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാകാം ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ സമര പരമ്പരകൾ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ